ബ്ലോക്ക് ഉണ്ടാകും, കൊളസ്ട്രോൾ ഉണ്ടാകും, അറ്റാക്ക് വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചുള്ള രീതിയിലാണ് നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞയെ കാണുന്നത്. പക്ഷെ ആക്ച്വലി അങ്ങനെ അല്ല. ഇപ്പൊ ഏതൊരു റിസർച്ച് നടക്കുന്നത് കുറച്ച് ആര് ഫണ്ട് ചെയ്യുന്നു, ആര് കാശ് കൊടുക്കുന്നു അനുസരിച്ചാണ്. ഏത് മരുന്ന് ഇറക്കണം, അതായത് കോക്കനട്ട് ഓയിൽ നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. അപ്പം പുതിയൊരു റിസർച്ചുകൾ കൊണ്ടുവന്നത് എന്താണെന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാകും, ബ്ലോക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് കോക്കനട്ട് ഓയിൽ ഉപയോഗം നിർത്തിവെച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പറയുന്ന റൈസ് ബ്രാൻ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ, അങ്ങനത്തെ പല രീതിയിലുള്ള ഓയിലുകളാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ അത് ഒമേഗ-6 ഏറ്റവും കൂടുതലുള്ളത് ഈ രീതിയിലുള്ള ഓയിലുകളിലാണ്. ഇത് കൂടുതൽ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ശരീരം നീർക്കെട്ടും വേദനകളും തൈറോയ്ഡ് പ്രശ്നങ്ങളും ഫാറ്റി ലിവറും എല്ലാ ബുദ്ധിമുട്ടുകളും തുടങ്ങിയത്. അതുകൊണ്ട് അറിയേണ്ട കാര്യം, ഹെൽത്തി ഫാറ്റ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണ ഒരു ഹെൽത്തി ഫാറ്റാണ്. അത് വറുത്ത് കോരി കുറേ വിരൂപമാക്കി എടുക്കാതിരുന്നാൽ മാത്രം മതിയെന്നേ ഉള്ളൂ. മുട്ടയുടെ മഞ്ഞ എന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾക്ക് പേടിയാണ്. കാരണം കാലങ്ങളായിട്ട്